Praise the Lord. അങ്ങല്ലാതാശ്രയമാരുമില്ലേക്ക് ആരേലുമുന്നതനീശുപരാ അമ്മയെക്കാളേറെ സ്നേഹിക്കുന്നോരപ്പൻ അങ്ങേ പോലേശുവേ മറ്റാരുള്ളൂ. എല്ലാവരും കൈവിടിയുന്ന നേരത്തും എന്നോടു കൂടെ എന്നീശുണ്ട്. ഏതു പ്രതികൂലം വന്നാലും താൻ എന്നോടനുകൂലമായുണ്ടെന്നും മാറാമധുരമായി മാറ്റി തരുമവൻ മാറിൽ ഒരു നാളും കൈവിടില്ല. മക്കൾക്കായുള്ളതാമെല്ലാ പദവിയും മന്നവനാമേശുദാനം നൽകി. അങ്ങല്ലാതാശ്രയമാരുമില്ലേക്ക് ആരേലുമുന്നതനീശുപരാ അമ്മയെക്കാളേറെ സ്നേഹിക്കുന്നോരപ്പൻ അങ്ങേ പോലേശുവേ മറ്റാരുള്ളൂ. ചേർത്തിടുമെന്നെയും ഗഹളനാദത്തിൽ ചേർന്നിരുന്നാരാധിച്ചാർത്തു പാടാൻ ചങ്കിലെ ചോരയാൽ വീണ്ടെടുത്തോനെന്ന ചേർത്തണപ്പിച്ചിടന്നെ. അങ്ങല്ലാതാശ്രയമാരുമില്ലേക്ക് ആരേലുമുന്നതനീശുപരാ അമ്മയെക്കാളേറെ സ്നേഹിക്കുന്നോരപ്പൻ അങ്ങേ പോലേശുവേ മറ്റാരുള്ളൂ. താങ്ക് യു. ആമേൻ. നമുക്ക് ഒരു നിമിഷം കൂടെ ദൈവസന്നിധിയിൽ തുറന്നുള്ള ക്ലാസിന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. പ്രജിത്ത് പാസ്റ്റർ പ്രാർത്ഥിച്ചാണ്. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായ സ്തോത്രം. വീണ്ടും ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വന്ന ദൈവത്തിന്റെ സന്നിധിയില് കർത്താവെ തിരുവചനം പഠിക്കുവാൻ ദൈവം കൃപയ്ക്കായി സ്തോത്രം. ക്ലാസ് എടുക്കുന്ന കർത്താവിന്റെ ദാസനായി പ്രത്യേകം സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കണമേ. ഇന്ന് ക്ലാസ് സംബന്ധിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. ഈ വചനമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ശുശ്രൂഷയ്ക്കൊക്കെ ഏറ്റവും അനുഗ്രഹമാക്കി കർത്താവ് തീർക്കുന്നതിനായി സ്തോത്രം. എല്ലാ മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. ക്ലാസ് പങ്കെടുക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹം ബൈബിൾ കോളേജിൽ അനുഗ്രഹിക്കണമേ. കർത്താവെ ഹല്ലേലൂയ, വരാൻ പോകുന്ന ഗ്രാജുവേഷൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് ഏറ്റവും അനുഗ്രഹമായി നടത്തപ്പെടുവാൻ ദൈവം സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ ആമേൻ. ഒരു പാട്ടിന്റെ കോറസോടെ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. അലിഷ മോളെ ക്ഷണിക്കും. Praise the Lord. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ട്. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ട്. പരനേ നിൻമുഖം, പരനേ നിൻമുഖം കണ്ടു കൊതി എനിക്കാശ. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ട്. പരനേ നിന്റെ വരവോ ഏതു സമയം അറിയുന്നില്ല. പരനേ നിന്റെ വരവോ ഏതു സമയം
അറിയുന്നില്ല. എന്നു വരും നീ, എപ്പോൾ വരും നീ, അറിയാത്തതിനാൽ കാത്തിടുന്നേ ഞാൻ. പരനെ നിന്നെ കാണാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനെ നിന്നെ കാണാൻ എനിക്കധികം കൊതിയുണ്ടേ. താങ്ക് യു. പ്രൈസ് ഗോഡ്. കർത്താവിന്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന കർത്താവിന്റെ ദാസന്മാർ, ദൈവമക്കൾ എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം പറയുന്നു. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ സാറ്റർഡേയിൽ നമുക്ക് ക്ലാസ് ഇല്ലായിരുന്നു. എന്നാൽ ഇന്ന് വീണ്ടും നമുക്ക് ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് കൂടാൻ ദൈവം തന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ഒടുവിൽ പഠിച്ചത് യാത്രയപ്പ് മീറ്റിങ്ങിനെ കുറിച്ചാണ് ചിന്തിക്കാനിടയായിത്തീർന്നത്. പ്രധാനമായി 2 വിധത്തിലുള്ള യാത്രയപ്പാണ് ദൈവസഭയിൽ നടക്കാറുള്ളത്. ഒന്ന്, വിശ്വാസികളുടെ യാത്രയപ്പ്. അതിനകത്ത് ചില കുട്ടികളെ വിദേശ പഠനത്തിന് പോകാറുണ്ട്. വിശ്വാസികൾക്ക് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരൊക്കെ ആണെങ്കിൽ ട്രാൻസ്ഫറായി പോകാറുണ്ട്. അതുപോലെ തന്നെ ചില വിശ്വാസികൾ ജോലി തേടി വിദേശത്ത് പോകാറുണ്ട്. ചിലര് സ്ഥലം മാറി പോകാറുണ്ട്. അന്നേരം അവരെ സഭ പ്രാർത്ഥിച്ച് അയക്കുന്ന രംഗം അത് നമ്മൾ വിശദമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിക്കാനിടയായി. രണ്ടാമത്തെ യാത്രയപ്പാണ് കേൾക്കാൻ കഴിയുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. സഭയിലെ ശുശ്രൂഷകന്റെ യാത്രയപ്പ്. 2 നിലയിലുള്ള യാത്രയപ്പാണ് ഉള്ളത്. ഒന്ന്, വിശ്വാസിയുടെ യാത്രയപ്പ്. 2, സഭാ ശുശ്രൂഷകന്റെ യാത്രയയപ്പ്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഒരു സഭാ ശുശ്രൂഷകന്റെ സെന്റ് ഓഫിനെ കുറിച്ചാണ്. പ്രാദേശിക ശുശ്രൂഷകന്റെ യാത്രയപ്പ് യോഗം നടത്തുമ്പോൾ, അതായത് ഒരു സഭയിലെ ലോക്കൽ പാസ്റ്റർ സ്ഥലം മാറി പോകുമ്പോൾ ആ സെന്ററിന്റെ ചുമതലയുള്ള ശുശ്രൂഷകനെ അന്നത്തെ സെന്റ് ഓഫ് മീറ്റിങ്ങിനായിട്ട് ക്ഷണിക്കണം. ഒരു സഭാ പാസ്റ്റർ സ്ഥലം മാറി പോവുകയാണല്ലോ, അന്നേരം അദ്ദേഹത്തിന്റെ മുകളിൽ അധികാരമുള്ള സെൻട്രൽ ശുശ്രൂഷകനെ ആ മീറ്റിങ്ങിന് സഭ ക്ഷണിക്കണം. നാടും വീടും വിട്ട് ദൈവമക്കളുടെ മധ്യേ ചില വർഷങ്ങൾ താമസിച്ച് ആത്മീയ ശുശ്രൂഷ ചെയ്ത അല്ലെങ്കിൽ ആത്മീയ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയ ദൈവദാസനെ മാന്യമായി യാത്ര അയക്കണം. അതിനുവേണ്ടി സഭാ കമ്മിറ്റിയും സഭാജനങ്ങളും ഒത്തുചേർന്ന് പ്രവർത്തിക്കണം. നമ്മൾ ചിന്തിക്കുന്നത് ദൈവസഭയിലെ യാത്രയപ്പിനെ കുറിച്ചാണ്. ഒരു വിശ്വാസിയുടെ യാത്രയപ്പുണ്ട്, സഭാ ശുശ്രൂഷകന്റെ യാത്രയപ്പുണ്ട്. വിശ്വാസിയുടെ യാത്രയപ്പ് നമ്മൾ ചിന്തിച്ചതായതുകൊണ്ട് ഞാൻ ഇവിടെ അത് വിശദീകരിക്കുന്നില്ല. നിങ്ങൾക്ക് യൂട്യൂബിൽ അത് കേൾക്കാൻ കഴിയും. രണ്ടാമത് ഒരു സഭാ ശുശ്രൂഷകന്റെ യാത്രയപ്പാണ്. സ്വന്തം ദേശം, മാതാപിതാക്കൾ, സഹോദരങ്ങൾ ഇവരെല്ലാം വിട്ട് അന്യദേശത്ത് ദീർഘനാളുകൾ ദൈവവേല ചെയ്ത ദൈവദാസന് ഒരിടത്തേക്ക് സ്ഥലം മാറി പോകുമ്പോൾ ദൈവസഭയുടെ ഉത്തരവാദിത്തമാണ് ആ കർത്താവിന്റെ ദാസനെ മാന്യമായി യാത്രയപ്പ് നൽകുക എന്നുള്ളത്. ഒരുപക്ഷെ
ആ ദൈവദാസനിലൊക്കെ പല വിധത്തിലുള്ള പോരായ്മകളും കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടായെന്ന് വരാം. എന്നാല് ദൈവങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, അവരും വെറും മനുഷ്യരാണെന്നുള്ള കാര്യം മറക്കല്ലേ. സ്തോത്രം. ഒരു മനുഷ്യരും പൂർണ്ണരല്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പുതിയ നിയമത്തിൽ വളരെ ആഴമേറിയ അർത്ഥമുള്ള ഒരു യാത്രയും നമുക്ക് കാണാൻ കഴിയും. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 20-ാം അധ്യായം 17 മുതൽ 38 വരെയുള്ള വേദഭാഗമാണ്. വായിക്കണ്ട. അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായം 17 മുതൽ 38 വരെയുള്ള വേദഭാഗത്ത് അപ്പോസ്തലനായ പൗലോസിന്റെ ഫെയർവെൽ മീറ്റിംഗ് നമുക്ക് കാണുവാൻ കഴിയും. ഏതാണ്ട് 3 വർഷക്കാലം എഫെസോസിൽ താമസിച്ച് കർത്താവിന്റെ മഹത്വമുള്ള വേല ചെയ്യുകയും പല സഭകൾ സ്ഥാപിക്കുകയും ദൈവദാസന്മാരെ ഉറപ്പിക്കുകയും ഒക്കെ ചെയ്ത ദൈവദാസൻ അവിടെ നിന്ന് യെരുശലേമിലേക്ക് തന്റെ നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന സമയത്ത് നടന്ന യാത്രയും മീറ്റിംഗ് ആണ്. ഈ യാത്രയും മീറ്റിംഗ് നമ്മൾ മനസ്സിലാക്കണം, വിശ്വസ്തയോടും ആത്മാർത്ഥതയോടും കർത്താവിന്റെ വേല ചെയ്ത ദേവദാസന്മാർ മാറിപ്പോകുമ്പോൾ അവരോട് നമ്മുടെ സ്നേഹം കാണിക്കുവാൻ, അല്ലെങ്കിൽ നമ്മുടെ വേദന, യാത്ര എപ്പോഴും വേദനാജനകമാണല്ലോ, ആ ദുഃഖം ഷെയർ ചെയ്യുവാൻ, അവരെ അനുഗ്രഹിച്ചയക്കുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. സ്തോത്രം. പൗലോസ് അപ്പോസ്തലന്റെ ശുശ്രൂഷ പുറകിലോട്ട് നോക്കിയാൽ ഒത്തിരി പോരാട്ടങ്ങൾ നിറഞ്ഞതായിരുന്നു. ഏതു ദൈവദാസനും ശുശ്രൂഷകൾ ചെയ്യുന്നത് ഒരു ലക്ഷറി അറ്റ്മോസ്ഫിയറിൽ നിന്നാണ് എന്ന് ചിന്തിക്കരുത്. ഇവിടെ ദൈവദാസന്മാർ പലരും ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പുൾപിറ്റിൽ നിങ്ങൾ കാണുന്ന ആ ഫിഗറോ നിങ്ങൾ കേൾക്കുന്ന വചനത്തിന്റെ പോയിന്റോ അല്ല അവര് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ. കാണികൾക്ക് നല്ല രസമാണെന്ന് തോന്നും, അക്ഷന്മാർക്ക് നല്ല സുഖമാണെന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് അനുഭവം ഇല്ലാത്തതുകൊണ്ടങ്ങ് പറഞ്ഞു വിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. 5 ശുശ്രൂഷാ വൃന്ദങ്ങളാണ് പുതിയ നിയമസഭയ്ക്കുള്ളത്. എഫീസർ 4:11 നമുക്ക് കാണാൻ കഴിയും. അവൻ സഭയിൽ ചിലരെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും സുവിശേഷകന്മാരും ഇടയന്മാരും ഉപദേഷ്ടാക്കന്മാരുമായി നിയമിച്ചിരിക്കുന്നു. ഇവയിൽ ഏറ്റവും കട്ടിപ്പണിയുള്ളത് സഭാ ശുശ്രൂഷകന്റെ ശുശ്രൂഷ തന്നെയാണ്. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. അന്നേരം അപ്പോസ്തലനായ പൗലോസ് എഫെസോസിൽ നിന്നും തന്റെ 3 വർഷത്തെ ശുശ്രൂഷ തികച്ച് യെരുശലേമിലേക്ക് പോവുകയാണ്. അനേക പോരാട്ടങ്ങൾ തന്റെ ശുശ്രൂഷയിൽ തനിക്ക് കടന്നു വരുവാനിടയായി. ഒരു വാക്യം ഒന്ന് വായിക്കണേ. അപ്പോസ്തലപ്രവൃത്തി 20:18-19 വായിക്കാം. അവന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവരോട് പറഞ്ഞത്, ഞാൻ ആസിയയിൽ വന്നു 1-ാം നാൾ മുതൽ എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ എങ്ങനെയായിരുന്നു എന്നും വളരെ താഴ്മയോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്ക് ഉണ്ടായ കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചു വന്നു എന്നും പ്രയോജനമുള്ള ഒന്നും മറച്ചു വെക്കാതെ പരസ്യമായും വീട് തോറും നിങ്ങളോട് അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു എന്നു ദൈവത്തിലേക്കുള്ള മാനസാന്തരവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനുള്ള വിശ്വാസവും യഹൂദന്മാർക്കും യവനന്മാർക്കും സാക്ഷീകരിച്ചു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആമേൻ. അപ്പോസ്തലനായ പൗലോസിന്റെ ശുശ്രൂഷ 4 നിലയിലാണ് ജനത്തിന് പ്രയോജനപ്പെട്ടത്. ഒന്ന്, ഹി സെർവ്ഡ് ഗാഡ് സെൽഫ്ലെസ്നെസ്, നിസ്വാർത്ഥമായ സേവനമാണ്.
സ്വാർത്ഥതയില്ലാത്ത സേവനമാണ് അപ്പോസ്തലനായ പൗലോസ് ചെയ്തത്. ആത്മീയ മണ്ഡലങ്ങളിൽ പലരും അവരവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോൾ, പേരിനും പെരുമയ്ക്കും പ്രശസ്തിക്കും വേണ്ടിയൊക്കെ ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്. എന്നാൽ പൗലോസിന്റെ ശുശ്രൂഷ സെൽഫ്ലെസ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ സ്വയമില്ലാത്തതായിരുന്നു, ആത്മാർത്ഥതയായിരുന്നു. എനിക്ക് കർത്താവിന്റെ ദാസന്മാരോട് ഒരു ദൈവദാസൻ എന്ന നിലയിലും ഒരു വേദാധ്യാപകൻ എന്ന നിലയിലും എനിക്ക് പറയാനുള്ളത്, നമ്മൾ എവിടെ ശുശ്രൂഷ ചെയ്താലും നമ്മുടെ ശുശ്രൂഷ നിസ്വാർത്ഥമായിരിക്കണം. 2 പൗലോസ് 20-21 വാക്യങ്ങളിലുണ്ട്. സമയമില്ല വായിക്കാൻ. He preached the word faithfully. ദൈവവചനം വിശ്വസ്തയോടെ പ്രസംഗിച്ചു. മനസ്സിലായോ? നമ്മളെ വചനം ഭരമേൽപ്പിച്ചത് ഒരു സംഘടനയല്ല, ബൈബിൾ കോളേജിലെ അധ്യാപകരല്ല, ഒരു സെൻട്രൽ പാസ്റ്ററോ ചർച്ച് ലീഡറോ അല്ല നമ്മളെ വചനം ഭരമേൽപ്പിച്ചത്. നമ്മളെ വചനം ഭരമേൽപ്പിച്ചത് സർവശക്തനായ ദൈവമാണ്. അന്നേരം ദൈവവചനം നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസ്തയോടെ. 26-27 വാക്യം വായിക്കാമോ? 26-27. അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് ഞാൻ ഇന്നേ ദിവസം നിങ്ങളോട് സാക്ഷ്യം പറയുന്നു. ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. ആമേൻ. ഒരു സ്തോത്രം പറയാൻ എത്ര പേരുണ്ട്? നിങ്ങളാരും നശിച്ചു പോകരുത്. നോക്കണേ, ആ വചനത്തോടുള്ള ആ വിശ്വസ്തത നോക്കിക്കേ. പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ പ്രസംഗിക്കുമ്പോൾ അവര് പണങ്ങും, ഇവര് പണങ്ങും, അവര് കാണും, ഇവര് നോക്കും, അതുകൊണ്ട് ആ ഭാഗം വേണ്ട, അത് വിട്ടേരെ. അങ്ങനൊന്നും പൗലോസ് ചെയ്തില്ല. സ്തോത്രം. ഒരു സഭാ ശുശ്രൂഷകന് ദൈവസഭയ്ക്കകത്ത് ശുശ്രൂഷിക്കാൻ ഒരുപാട് പരിമിതികളുണ്ട്. എന്നാൽ ഒരു അപ്പോസ്തലനാകട്ടെ, ഒരു ഇവാഞ്ചലിസ്റ്റ് ആകട്ടെ, അതുപോലെ ഒരു പൊതു ശുശ്രൂഷകനൊക്കെ, നമ്മുടെ നടുവിലെ പ്രജിത്ത് പാസ്റ്റർ ഉണ്ട്, കർത്താവിന്റെ ദാസൻ, നമ്മുടെ സെമിനാരിൽ പഠിക്കുന്ന ഒരു ദൈവദാസനാണ്. ഇങ്ങനെ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി ഒരുപാട് ദൈവവേല ചെയ്യുന്ന ഒരു ദൈവദാസനാണ്. ദൈവത്തിന് സ്തോത്രം. ആരുടെയും മുഖം നോക്കാതെ, പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർ ഇന്നുമുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മൂന്നാമതായി പൗലോസിന്റെ ശുശ്രൂഷയിലെ അടുത്തൊരു കാര്യം, ഹി ഗാർഡഡ് ദ ചർച്ച് കെയർഫുള്ളി. ദൈവസഭയെ നന്നായി കാത്തു സൂക്ഷിച്ച് പരിപാലിച്ചൊരു ദൈവദാസനായിരുന്നു. 2 വാക്യങ്ങൾ വായിക്കാം. 28-ാമത്തെ വാക്യവും വായിക്കണം, 31-ാമത്തെ വാക്യവും വായിക്കണം. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്ക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചു കൊള്ളുവിൻ. ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തും കൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവിൻ. ആമേൻ. അന്നേരം പൗലോസ് അപ്പോസ്തലൻ വളരെ കണ്ണുനീരോടും പ്രാർത്ഥനയോടും ദൈവസഭയ്ക്ക് വേണ്ട ഉപദേശങ്ങൾ, ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നൽകി ദൈവസഭയെ കാത്തു സൂക്ഷിച്ചു. പരിശുദ്ധാത്മാവാണ് ദൈവദാസന്മാരെ അധ്യക്ഷരാക്കി വെക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്ന ആട്ടിൻകൂട്ടം മുഴുവനെയും. ഏതെങ്കിലും ഒരു ഗ്രൂപ്പിസം ഉണ്ടാക്കി 3-4 പേരോടെ മാത്രം സഹകരിക്കുക എന്നല്ല. ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചു കൊള്ളുകയും. ആമേൻ. അത് നിഷ്പക്ഷതയോട് നിൽക്കുന്ന ഒരു ദൈവദാസന് മാത്രമേ എല്ലാവരെയും ഒരുപോലെ കണ്ട് ശുശ്രൂഷിക്കാൻ കഴിയുള്ളൂ. അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. 4-മത്, he lived among them honorably.
സ്തോത്രം, വളരെ ആദരവോടെ ബഹുമാനത്തോടെ ശുശ്രൂഷിച്ച ഒരു ദൈവദാസനാണ് വിശുദ്ധ പൗലോസ് ലീഗ. 33 മുതൽ 35 വരെയുള്ള വാക്യങ്ങളുണ്ട്, വായിക്കണമെന്നില്ല. സ്തോത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മീയ നിലവാരം, വി ഹാവ് എ സ്പിരിച്വൽ സ്റ്റാൻഡേർഡ്, നമുക്കൊരു ആത്മീയ നിലവാരമുണ്ട്, നമ്മളത് കാത്തു സൂക്ഷിക്കണം. ഒരു ശുശ്രൂഷകന്റെ ഡിഗ്നിറ്റി അല്ലെ ഒരു വിശ്വാസിയുടെ ഡിഗ്നിറ്റി തരം താണു പോകരുത്. ഒരാത്മീയൻ എല്ലായിടത്തും ആത്മീയനായി വിളങ്ങണം. ദൈവത്തിന് സ്തോത്രം. ഇനി നോക്കിക്കേ, അപ്പോസ്തലനായ പൗലോസ് ഏതാണ്ട് 3 വർഷത്തോളം എഫെസോസിൽ താമസിച്ച് പരിസരങ്ങളിലെല്ലാം ദൈവവേല ചെയ്തു. ഒരു വലിയ പാസ്റ്റേഴ്സ് കോൺഫറൻസ് വിളിച്ചു കൂട്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ താൻ പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പോകുന്നത്, he departed to Jerusalem with a mission. അവന്റെ ദൗത്യം എഫെസോസിൽ തീർന്നില്ല. അവിടുന്ന് വാങ്ങിപ്പോകുമ്പോഴും സുവിശേഷ ദൗത്യമായിട്ട് പോയ ഒരാളാണ് അപ്പോസ്തലനായ പൗലോസ്. നമ്മളൊരു സർട്ടൻ പീരീഡിലേക്ക് ഒരു സ്ഥലത്ത് നിൽക്കാനല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മൾ എവിടെ പോയാലും, സ്തോത്രം, ഇന്ത്യയിൽ നിന്ന് ഗൾഫിൽ വന്നാലും മറ്റു വിദേശ രാജ്യങ്ങളിൽ പോയാലും എവിടെ പോയാലും, wherever you go, don't stop the mission of Jesus. കർത്താവ് നമ്മളെ ഏൽപ്പിച്ച ദൗത്യം നിർത്തിക്കളയരുത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ മുഖപരമായിട്ട് ചില കാര്യങ്ങൾ ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ശുശ്രൂഷകന്മാരുടെ യാത്രയെ കുറിച്ചാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. അതിന്റെ പ്രാക്ടിക്കൽ സൈഡ് ഒന്ന് ഓർപ്പിച്ചിട്ട് സമയമുണ്ടെങ്കിൽ അടുത്ത ഭാഗത്തേക്ക് വരുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. സ്തോത്രം. അന്നേരം ഞാൻ തിയറിയായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു, എന്നാൽ പ്രാക്ടിക്കൽ സൈഡിലേക്ക് വരാം. പ്രാർത്ഥിച്ച് ശുശ്രൂഷ ആരംഭിച്ച് മിക്കവാറും സഭാ ഹാളിലായിരിക്കണം ഒരു ദൈവാസന യാത്രയൊക്കെ നടക്കുന്നത്. അന്നേരം പ്രാർത്ഥിച്ച് ശുശ്രൂഷ ആരംഭിച്ചിട്ട് 1-2 പാട്ടുകൾ പാടണം. അതിനുശേഷം സഭയിൽ സഹോദരന്മാരും സഹോദരിമാരൊക്കെ ഉണ്ടല്ലോ, ഒരു സഹോദരിയും ഒരു സഹോദരനും പ്രാർത്ഥിക്കണം. തുടർന്ന് സഭയുടെ പ്രതിപുരുഷനോ സെക്രട്ടറിയോ ക്ഷണിക്കപ്പെട്ട അതിഥികളെ സ്വാഗതം ചെയ്യണം. പോയ നാളുകളിൽ കർത്തൃദാസന്റെ ശുശ്രൂഷകൾ സഭയ്ക്ക് എങ്ങനെ പ്രയോജനകരമായിരുന്നു എന്ന് ചുരുക്കമായി സഭയുടെ പ്രതിനിധി പ്രസ്താവിക്കണം. അന്നേരം യാത്രയും മീറ്റിങ്ങിന് എപ്പോഴും ഒരു അധ്യക്ഷൻ കാണണം. അന്നേരം തുടർന്ന് അധ്യക്ഷൻ ഒരു ലഘു പ്രസംഗം നടത്തണം. അതിനോടനുബന്ധിച്ച് സൺഡേ സ്കൂളിന്റെ പ്രതിനിധി, യൂത്ത് വിങ്ങിന്റെ പ്രതിനിധിയൊക്കെ ആശംസകൾ പറയണം. എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും അതിനകത്ത് ഉൾക്കൊള്ളിക്കണം. ഒരു ദൈവദാസൻ ചർച്ചിന്റെ മാത്രം ദൈവദാസനല്ല, അവിടുത്തെ സൺഡേ സ്കൂളിന്റെയും ചുമതല അദ്ദേഹത്തിനുണ്ട്, PYPയുടെ അല്ലെങ്കിൽ യൂത്തിന്റെ ചുമതലയുണ്ട്, സോദരി സമാജത്തിന്റെ ചുമതലയുണ്ട്. എന്തെല്ലാം ആക്ടിവിറ്റീസ് ആ സഭയിൽ നടക്കുന്നു അതിന്റെ എല്ലാം ഹെഡ് ആ പാസ്റ്ററാണ്. ചിലപ്പോൾ അവിടെ വേറെ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രസിഡന്റോ സെക്രട്ടറിയോ ഒക്കെ കണ്ടെന്ന് വരാം. എന്നിരുന്നാലും സ്തോത്രം, അതിന്റെ മെയിൻ ആളെന്ന് പറയുന്നത് ആ സഭാ ശുശ്രൂഷയാണ്. അതുകൊണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഉള്ളവർക്ക് എന്ത് ചെയ്യണം? അവരുടേതായിരിക്കുന്ന കാര്യങ്ങൾ പറയാൻ ചുരുക്കമായി സമയങ്ങൾ കൊടുക്കണം. അത് കഴിഞ്ഞ് ചീഫ് ഗസ്റ്റ് ആരെങ്കിലും അതിഥിയായി
ആ യാത്രയപ്പ് യോഗത്തിന് ക്ഷണിക്കപ്പെട്ടിരിക്കും. ചീഫ് ഗസ്റ്റിന് ശുശ്രൂഷയ്ക്ക് അവസരം കൊടുക്കണം. ആ അതിഥിയായ ദൈവദാസൻ ദൈവവചനം ശുശ്രൂഷിച്ചതിന് ശേഷം സഭയായിട്ട് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് 121 സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിക്കണം. തുടർന്ന് നിങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ ദൈവജനത്തിന്റെ ഇടയിൽ ദീർഘവർഷങ്ങൾ ശുശ്രൂഷിച്ച ദൈവദാസനെ സ്തോത്രം സഭാവക ഒരു ഗിഫ്റ്റ് കൊടുക്കണം. ലാസ്റ്റ് സ്ഥലം മാറിപ്പോകുന്ന പാസ്റ്റർ അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയാണോ സെന്റ് ഓഫ് ക്രമീകരിച്ചിരിക്കുന്നത് ആ ദേവദാസൻ മറുപടി പ്രസംഗം നടത്തണം. മറുപടി പ്രസംഗം നടത്തുമ്പോൾ ശ്രദ്ധിക്കണം, ആരെയും വേദനിപ്പിക്കുകയോ മുറിവേൽപ്പിക്കുകയോ ചെയ്യരുത്. നമുക്കറിയാം, അനേക തിക്തമായ അനുഭവങ്ങൾ ഒരു സഭാ ശുശ്രൂഷ ജീവിതത്തിൽ അകത്തുനിന്നും പുറത്തുനിന്നും ഒക്കെ ഉണ്ടാകാം. പക്ഷേ യാത്രയപ്പ് മീറ്റിംഗിൽ ആരെയും വേദനിപ്പിച്ച് പോകാൻ ഇടവരരുത്. മറുപടി പ്രസംഗം കഴിഞ്ഞ് പ്രാർത്ഥിച്ച് ആസ്വാദം പറയണം. ഫോട്ടോ എടുക്കുന്നെങ്കിൽ അതിനുള്ള അവസരമുണ്ട്, ലവ് ഫീസ്റ്റ് ഉണ്ടെങ്കിൽ അതിനുള്ള അവസരവും ഉണ്ടാകട്ടെ. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൂടെ ഞാൻ ഓർപ്പിക്കാം. വളരെ ദേവാസന്മാർ ഇതിനകത്തുണ്ടല്ലോ, നിങ്ങൾ അറിഞ്ഞിരിക്കണം. യാത്രയപ്പ് യോഗം സഭാവിശ്വാസികൾക്ക് എല്ലാവർക്കും സംബന്ധിക്കുവാൻ പറ്റുന്ന സമയത്ത് ക്രമീകരിക്കുന്നതാണ് അഭികാമ്യം. ആരുടെയെങ്കിലും ഒരാളുടെ ഇഷ്ടമനുസരിച്ചല്ല, എല്ലാ ദൈവമക്കൾക്കും പങ്കെടുക്കാൻ പറ്റിയ ഒരു സമയത്ത് വേണം യാത്രയപ്പ് മീറ്റിംഗ് ക്രമീകരിക്കുവാൻ. 2, സഭാ പാസ്റ്ററുടെ യാത്രയപ്പ് യോഗത്തിന് സെൻട്രൽ പാസ്റ്റർ മാത്രമല്ല, ആ സെന്ററിന്റെ കമ്മിറ്റിയിൽപ്പെട്ട ചുമതലയിൽപ്പെട്ട പ്രധാനപ്പെട്ടവരെയും ക്ഷണിക്കുന്നത് നല്ലതാണ്. ദേവാസന്മാരൊന്നും അനാഥരോ ഒറ്റപ്പെട്ടവരോ ആരും ഇല്ലാത്തവരോ ഒന്നുമില്ല. നല്ല നല്ല സംഘടനാ സംവിധാനം ഇന്ന് ദൈവസഭകൾക്കുണ്ട്. അസംബ്ലീസ് ഓഫ് ഗോഡ് സ്ട്രോങ് ചർച്ചാണ്, ചർച്ച് ഓഫ് ഗോഡ് ഒരു സ്ട്രോങ് ചർച്ചാണ്, IPC ഒരു സ്ട്രോങ് ചർച്ചാണ്, ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് ഒരു സ്ട്രോങ് ചർച്ചാണ്. ഞാൻ പറഞ്ഞത് നല്ല നല്ല ദൈവ സഭ ഓർഗനൈസേഷൻ ഒക്കെ ഇന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ലോക്കൽ പാസ്റ്റർ മേലൊരു സെൻട്രൽ ശുശ്രൂഷകരുണ്ട്, റീജിയന്റെ ചുമതലയുള്ളവരുണ്ട്, സെൻട്രൽ കമ്മിറ്റിയിലുള്ള ആൾക്കാരുണ്ട്. ഇവരൊക്കെ കടന്നു വരണം. കടന്നു വന്ന് 2 വാക്ക് പറയുന്നത് എപ്പോഴും ആ ലോക്കൽ സഭയ്ക്കും യാത്രയ്ക്ക് വാങ്ങിപ്പോകുന്ന ദൈവദാസനും വളരെ അനുഗ്രഹമാണ്. മറ്റൊരു കാര്യം, ദൈവജനത്തിന്റെ ഇടയിൽ ദീർഘവർഷങ്ങൾ ശുശ്രൂഷിച്ച ദൈവദാസനെ കേവലം ഒരു മെമന്റോ നൽകി വിടുക എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ട് നല്ലൊരു കൂട്ടായ്മയും ദൈവസഭ കാണിച്ചിരിക്കണം. അത് ദീർഘവർഷങ്ങളായി നടപ്പുള്ളതാണ്. കാരണം വിശ്വാസത്താൽ ദൈവവേല എന്ന ദൈവദാസന് ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് വാങ്ങിപ്പോവുകയാണ്. നിങ്ങളുടെ സ്നേഹ ഉപഹാരം ആ ദൈവദാസന് കൊടുക്കുന്നത് ഏറ്റവും ബ്ലെസ്സിങ് തന്നെയായിരിക്കും. സ്തോത്രം. അടുത്തൊരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ. അവർ പോകുന്ന ദിവസം കഴിയുന്നത്ര വിശ്വാസികൾ പാഴ്സനേജിൽ എത്തിച്ചേരുകയും സൗകര്യമുള്ളവർ അത്രയും പേർ ഒരു വാഹനത്തിൽ അവരെ അനുഗമിച്ച് അവരെ അവിടെ എത്തിച്ച് അവിടെ ആക്കിയിട്ട് മടങ്ങി വരണം. ഞാൻ ഇന്നവണ ഓർക്കുന്നുണ്ട്, ഞാൻ കുറെ ദീർഘവർഷങ്ങൾക്ക് മുമ്പ് തിരുവല്ലയ്ക്കടുത്തൊരു ചർച്ചിലിരുന്നപ്പോൾ, അന്ന് ഇതുപോലുള്ള സൗകര്യങ്ങളൊന്നും ഉള്ള ഒരു സമയമല്ല. ഞാൻ പറഞ്ഞു,
93 കാര്യം പറയും. എന്നെ അവിടെ എല്ലാവർക്കും വണ്ടിയൊന്നുമില്ല. എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒറ്റ വീട്ടിൽ ഒരാൾക്ക് മാത്രമേ ഉള്ളൂ കാറ്. അവിടുത്തെ അമ്മ മാത്രമേ ഉള്ളൂ ആരാധനയ്ക്ക് വരുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തിന്റെ കാറിൽ തിരുവല്ലായിൽ നിന്ന് വടക്കൻ പറവൂർ വരെ ഞങ്ങളെ അവിടെ കൊണ്ടുവന്നാക്കി. ഒരു വീട്ടുകാര് തന്നെ ഒരു ലോറിയെ കയറ്റാനുള്ള സാധനങ്ങൾ ഞങ്ങൾക്ക് തന്നു. അങ്ങനെ ഒരു ലോറിയിൽ ഞങ്ങളുടെ സാധനമായിട്ട് ഞങ്ങളെ എറണാകുളത്ത് വിട്ടു. സ്തോത്രം. എന്നിട്ട് ഞങ്ങളെ എല്ലാം അവിടെ കൊണ്ടാക്കിയിട്ട് അവർ തിരിച്ചു പോകും. അതൊക്കെ എത്ര സന്തോഷമെന്നറിയാം. ദൈവത്തിന് സ്തോത്രം. ഇപ്പൊ ഏതാണ്ട് ഒരു ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. ഇനി നമ്മൾ വളരെ അത്യാവശ്യമുള്ള ചില കാര്യങ്ങൾ പഠിക്കാൻ പോവുകയാണ്. ദൈവസഭയിലെ അച്ചടക്ക നടപടിക്രമത്തെ കുറിച്ച് പഠിക്കാൻ പോവാം, അല്ലെങ്കിൽ ഡിസിപ്ലിൻസ് ഓഫ് ദി ചർച്ച്. ദൈവസഭയിലെ അച്ചടക്കം. ഇന്ന് അച്ചടക്കം പലയിടത്തും ഇല്ല. ദൈവസഭ ആരുടെ വകയാന്ന് പറയാമോ? ആരുടെ വകയാ? നിങ്ങൾ ഈ ക്യാമറയൊക്കെ ഒന്ന് ഓൺ ചെയ്ത് വെച്ചാൽ ഒത്തിരി സന്തോഷമാണ്. നിങ്ങളുടെ മുഖമൊക്കെ കാണുമ്പോൾ എനിക്ക് പുതിയ ദൂതൊക്കെ വരും. മുഖം കണ്ടില്ല ദൂത് വരത്തില്ല. മനസ്സിലായി? ദൈവസഭ ആരുടെ വകയാ? ദൈവത്തിന്റെ. ആമേൻ. അതെ, ദൈവസഭ. ഫെയ്ത്ത് വാസ് ഇപ്പൊ ഉണ്ടെന്നുള്ള ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. മറ്റൊരു നമ്പർ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അതാരാന്ന് ഇങ്ങനെ എൻ്റെ ഇടയ്ക്ക് ഒരു കൺഫ്യൂഷൻ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. കൊണ്ടോ ക്യാമറ ഓൺ ചെയ്തപ്പോൾ ആളെ പിടികിട്ടി. സ്തോത്രം. ദൈവസഭ ദൈവത്തിന്റെ വകയാണ്. ദൈവം വിശുദ്ധനാണ്. ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ ദൈവസഭയും എല്ലാ തലത്തിലും വിശുദ്ധി പാലിക്കേണ്ടതാണ്. മനസ്സിലായോ? ഒന്ന്, ദൈവസഭ ദൈവത്തിന്റെ വകയാണ്. സൈമൺ പാസ്റ്ററുടേതോ എയ്ത്ത് പാസ്റ്ററുടേതോ MD തോമസ് പാസ്റ്ററുടെ ഒന്നുമല്ല ദൈവസഭ. ഞാനൊരു സഭയിൽ ഇരുന്നപ്പം, ഞാൻ പല സഭകളിൽ ഇരുന്നിട്ടുണ്ട് പണ്ട്. അവിടൊക്കെ ചില വ്യക്തികളുടെ പേരിലാണ് സഭ അറിയപ്പെടുന്നത്. തമ്പിച്ചാന്റെ സഭ, അവറാച്ചാന്റെ സഭ, ലീലാമ്മയുടെ സഭ, ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നു. മനസ്സിലായോ? അന്നേരം ദൈവത്തിന്റെ സഭ വ്യക്തികളുടേതല്ലെന്നേ. ദൈവസഭ IPCയുടെയും ചർച്ചക്കോടിന്റെയും ഷാരോന്റെയും അസംബ്ലീസ് കോഡിന്റെയും അല്ല ദൈവത്തിന്റെ സഭ. ദൈവസഭ ദൈവത്തിൻ്റെത് മാത്രമാണ്. കർത്താവായ യേശുക്രിസ്തു എന്നാ പറഞ്ഞ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തില്, ഞാൻ എന്റെ സഭയെ പണിയും. ഐ വിൽ ബിൽഡ് മൈ ചർച്ച്. അങ്ങനെ ഞാൻ എന്റെ സഭയെ പണിയും. അങ്ങനാണെങ്കിൽ സഭ ആരുടെയാ? ദൈവത്തിൻ്റെതാണ്. ദൈവമാരെന്ന് നോക്കിക്കേ. അവർ ഗാഡ് ഈസ് മോസ്റ്റ് ഹോളി വൺ. നമ്മുടെ ദൈവം അതിപരിശുദ്ധനായ ദൈവമാണ്. നമ്മൾ പ്രാർത്ഥിക്കുമല്ലോ, പരിശുദ്ധനായ ദൈവമേ, പ്രാർത്ഥിക്കല്ലേ? അന്നേരം ദൈവം വിശുദ്ധനായിരിക്കുന്ന പോലെ ദൈവത്തിന്റെ സഭയും എങ്ങനെ ആയിരിക്കണം? വിശുദ്ധമായിരിക്കണം. വിശുദ്ധമായിരിക്കണം. എല്ലാ തലത്തിലും ദൈവസഭ വിശുദ്ധി പാലിക്കേണ്ടതാണ്. സംഖ്യാപുസ്തകത്തിൽ ഒരു ചരിത്രം കിടപ്പുണ്ട്. ദൈവസഭയെ അല്ലെങ്കിൽ ദൈവജനമാകുന്ന ഇസ്രയേൽ ജനത്തെ ശപിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ബിലെയാമിന്റെ അധരത്തിൽ ദൈവം ഒരു വാചകം കൊടുത്തു. സംഖ്യാപുസ്തകം
23-ാം അധ്യായം 9-ാമത്തെ വാക്യമാണ്. എന്താ എഴുതിയിരിക്കുന്നത്? ശിലാഗ്രഹങ്ങളിൽ നിന്ന് ശിലാഗ്രഹങ്ങളിൽ നിന്ന് ഞാൻ അവരെ കാണുന്നു. അടുത്തത്, ഗിരികളിൽ നിന്ന് ഞാൻ അവനെ ദർശിക്കുന്നു. ആ. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. ആമേൻ. എന്താണ്? തനിച്ചു പാർക്കുന്ന ഒരു ജനം. 2, ജാതികളോട് ഇടകലരാതിരിക്കുന്നവർ. മനസ്സിലായോ? അന്നേരം ദൈവജനത്തിന് എപ്പോഴും ഒരു സെപ്പറേഷൻ ഉണ്ട്. അതുകൊണ്ടാണല്ലോ പല കാര്യങ്ങൾക്കും പലരും നമ്മളെ കൂട്ടാത്തത്, അല്ലേ? പല ആഘോഷങ്ങൾക്കും പല പരിപാടികൾക്കൊന്നും നമ്മെ പലരും വിളിക്കത്തില്ല. വിളിച്ചാൽ ഒട്ടും നമ്മൾ പോവുകയുമില്ല. വിളിക്കാൻ വരുമ്പോഴേ പറയും, ആ, നിങ്ങൾ ഞങ്ങളുടെ കാര്യത്തിലൊന്നും വരത്തില്ലെന്ന് അറിയാം, എങ്കിലും അങ്ങ് പറയാന്ന് പറഞ്ഞാ പറയുന്നത്. സ്തോത്രം. ഇത് യൂട്യൂബിൽ പോകുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളും അതിനകത്ത് വിശദീകരിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലാക്കണം, നമ്മളൊരു സ്പെഷ്യൽ പീപ്പിളാണ്, ഒരു വിശേഷതയുള്ള ജനമാണ് നമ്മൾ. നമുക്ക് എല്ലാം തിന്നാനൊക്കത്തില്ല, എല്ലാവരോടും കൂട്ടുപിടിക്കാനൊക്കത്തില്ല. എല്ലാത്തിൽ നിന്നൊരു വ്യത്യസ്തത നമുക്കുണ്ട്. യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം, പിന്നെ അവൻ അവനവകാശമാം ജനം താൻ. സ്തോത്രം. എന്നാലും നമ്മുടെ ദൈവം വിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് അശുദ്ധിയുമായിട്ട് നമുക്ക് ഒരു സന്ധി നമുക്കില്ല. ജാതികളോട് ഇട കലരുന്നില്ല. ഒരു വാക്കൊന്ന് വായിക്കാമോ? യെരമ്യാ പ്രവചനം 10:2. യെരമ്യാ പ്രവചനം 10:2. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ജാതികളുടെ വഴി പഠിക്കരുത്, മതി ആകാശത്തിലെ മതി മതി ലക്ഷണം. മതി. ലേൺ നോട്ട് ദ വേ ഓഫ് ദ ഹീതൻ. ജാതികളുടെ വഴി പഠിക്കരുത്. നിർഭാഗ്യവശാൽ ദൈവസഭയ്ക്കകത്ത് ദൈവഹിതമല്ലാത്ത ആചാരങ്ങൾ വർദ്ധിച്ചുകൊണ്ടുവരികയാണ്. യഹോവയായ ദൈവം പറയുകയാണ്, നിങ്ങൾ പഠിക്കേണ്ടത് ആ വഴിയല്ല. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കണം. അതാണ് ജനത്തെ ഉപദേശിക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. ദൈവം തന്റെ സഭയ്ക്ക് വ്യക്തമായ അതിർവരമ്പുകൾ വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവസഭയ്ക്ക് ദൈവം വ്യക്തമായ അതിർവരമ്പുകൾ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപക്ഷെ 5 സെന്റോ 10 സെന്റോ 30 സെന്റോ അര ഏക്കറോ 1 ഏക്കറോ ഒക്കെ സ്ഥലങ്ങൾ കണ്ടേക്കാം. ഇതിങ്ങനെ മൈതാനം പോലെ കിടക്കുകയാണെന്ന് വിചാരിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഇതിനെല്ലാം ഒരു അതിർവരമ്പ് വെച്ചിട്ടുണ്ട്. അവരുടേതായിരിക്കുന്ന പ്രോപ്പർട്ടിക്ക് ഒരു അതിർവരമ്പുണ്ട്. ദൈവസഭ കുത്തിക്കെട്ടില്ലാത്ത പുസ്തകമാണെന്ന് നിങ്ങൾ ചിന്തിക്കല്ലേ. എല്ലാവരെയും ഉൾക്കണ്ട് എന്തും കാണിക്കാം, എന്തും ചെയ്യാം, എന്തും പറയാം എന്നുള്ള സംവിധാനം ദൈവസഭയ്ക്കകത്തില്ല. ഒരുപക്ഷെ ഭൂമിയിലുള്ള ലോക്കൽ യൂണിറ്റുകൾ ആരെങ്കിലും ഒക്കെ നുഴഞ്ഞു കടന്നേക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, പൗലോസിന്റെ ഭാഷയിൽ ആത്മീയരുണ്ട്, ജഡികരുണ്ട്, പ്രാകൃതരുണ്ട്. ഇവരൊക്കെ സഭയ്ക്കകത്ത് വരും. സഭ എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ശരീരമാകുന്ന സഭയല്ല. ഈ ലോക്കൽ ബോഡി, ലോക്കൽ യൂണിറ്റ്, ലോക്കൽ സഭകൾ ഇവരൊക്കെ കണ്ടേക്കാം. ദൈവസഭ യേശു ക്രിസ്തുവിന്റെ ശരീരമാണ്. അന്നേരം ജാതികളോട് അവർക്ക് ഇടകലരാൻ പറ്റുകയില്ല. സ്തോത്രം. കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ ഒരാൾ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ദൈവസഭയുടെ ശക്തിയും ദൈവസഭയുടെ പ്രത്യേകതയും ഇരിക്കുന്നത് ദൈവസഭയുടെ വിശുദ്ധിക്കകത്താണ്. The power, holiness is the power and the speciality of the Church of God.
വിശുദ്ധിയാണ് ദൈവസഭയുടെ ശക്തിയും വിശേഷതയും. ഇന്നലെ ഞാൻ ദൈവസഭയിൽ പറഞ്ഞത്, ഞങ്ങളുടെ സഭയിൽ പറഞ്ഞത്, കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തൊന്നുകൊണ്ട് രസം വരുത്തും? നിലത്ത് കളഞ്ഞിട്ട് അതിനെ ചവിട്ടാനേ പറ്റത്തു എന്ന് പറഞ്ഞ് വിശുദ്ധിയില്ലാത്ത ഒരു ജനത ദൈവത്തിന്റെ സഭയുടെ അംഗങ്ങളല്ല. മനസ്സിലായോ? ജീസസ് ദൈവം തന്റെ സഭയ്ക്ക് വ്യക്തമായ അതിർവരമ്പുകൾ വെച്ചിട്ടുണ്ട്. ദൈവസഭ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് 2-3 കാര്യങ്ങളൊന്ന് ചിന്തിക്കാം. ദൈവസഭയുടെ അച്ചടക്ക നടപടിയെ കുറിച്ചാണ് പറയുന്നത്. അതിനിടയ്ക്ക് ചില വചനങ്ങളുടെ ഞാൻ കൂട്ടിക്കൊണ്ടുവരികയാണ്. ഉത്തമഗീതങ്ങളുടെ പുസ്തകം സോങ് ഓഫ് സോങ്സ് ചാപ്റ്റർ 4:12 4:12 ഒന്ന് വായിക്കും. എന്റെ സഹോദരി, എന്റെ കാന്ത, കെട്ടി അടച്ചിരിക്കുന്ന ഒരു തോട്ടം, അടച്ചിരിക്കുന്ന ഒരു നീരുറവ, മുദ്ര ഇട്ടിരിക്കുന്ന ഒരു കിണർ. ആമേൻ. ദൈവസഭ കെട്ടി അടച്ചിരിക്കുന്ന തോട്ടം, എ ഗാർഡൻ enclosed. നമ്മുടെ വീടിനൊക്കെ മതില് കെട്ടി വന്യമൃഗങ്ങളിൽ നിന്നും അതുപോലുള്ള ദുഷ്ട ജന്തുക്കളിൽ നിന്നൊക്കെ നാം സുരക്ഷിതരാകുന്നത് പോലെ ദൈവസഭയ്ക്കകത്ത് വേണ്ടാത്തതൊന്നും പ്രവേശിക്കാതിരിപ്പാൻ അതിന്റെ ഉടമസ്ഥൻ അതിനെ കെട്ടി അടച്ചിരിക്കുക. സ്തോത്രം. കെട്ടി അടച്ചിരിക്കുന്ന ഒരു തോട്ടം എന്ന് പറഞ്ഞാൽ വ്യവസ്ഥ ഇല്ലാത്തവർക്ക് അതിനകത്ത് പ്രവേശിക്കാൻ ഒക്കത്തില്ല. അങ്ങനല്ലേ നോഹ ബ്രദറെ? വ്യവസ്ഥ ഇല്ലാത്തവർക്ക് അതിനകത്ത് പ്രവേശിക്കാൻ ഒക്കുകയില്ല. ചിലപ്പം കോടീശ്വരനായിരിക്കാം, 100 ഏക്കർ സ്ഥലം കണ്ടേക്കാം, റോൾസ് റോയ്സിന്റെ കാറ് കണ്ടേക്കാം. ലോക്കൽ സഭയിൽ വന്നിട്ട് പോവാം, ദൈവസഭയ്ക്കകത്ത് കർത്താവ് മെമ്പർഷിപ്പ് കൊടുക്കുകയില്ല. അവിയൽ പരിപാടിയല്ല. അവിയലിനകത്ത് പല കഷണങ്ങളുണ്ട്. അവിയൽ പരിപാടിയല്ല ദൈവസഭ. ചിലതിനെ ഒന്നും പറിച്ചു കളയാൻ ഒക്കുകയില്ല. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, കൊയ്ത്തോളം നിന്നോട്ട്. കാരണം ഇതിനെ പറിക്കുമ്പോൾ അടുത്ത 1-2 പേരുടെ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങ് സഹിക്കുക. ചില മാർഗമൊന്നുമില്ല. മനസ്സിലായോ? ഇങ്ങനെ പല നിലകളിൽ സഹിക്കുന്ന ദൈവാസന്മാർ ഇതിനകത്തുണ്ട്. ദൈവത്തിന് സ്തോത്രം. അടുത്തത്, അടച്ചിരിക്കുന്ന ഒരു നീരുറവ്, എ സ്പ്രിംഗ് ഷട്ടപ്പ്. വിശുദ്ധി ഇല്ലാത്തവർക്കുള്ളതല്ല ദൈവീയ അനുഗ്രഹങ്ങൾ. ലോകത്തിന്റെ അനുഗ്രഹം അവർക്ക് കിട്ടും. ദൈവീയ അനുഗ്രഹങ്ങൾ കിട്ടണമെങ്കിൽ വിശുദ്ധന്മാർക്ക് അത് കിട്ടുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. നീരുറവ് ഉള്ള അഴുക്ക് വെള്ളങ്ങൾ മുഴുവൻ വരുന്നതല്ല നീരുറവ് എന്ന് പറയുന്നത്. ശുദ്ധമായ ഉറവ. നമ്മൾ കിണറ്റിലൊക്കെ ഉറവ് കണ്ടിട്ടില്ലേ? കുടിവെള്ളം, പാറയുടെ പിളർപ്പിൽ നിന്നൊക്കെ വരുന്ന ശുദ്ധമായ ഉറവ. ഇവിടെ അത് അടച്ചിരിക്കുക. കാരണം മറ്റ് മലിനത ഒഴുകി വരുന്ന വെള്ളം ഇതിനകത്ത് മേർജ് ചെയ്യാൻ പാടില്ല. ദൈവത്തിന് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവിക അനുഗ്രഹങ്ങളും ലൗകിക അനുഗ്രഹങ്ങളും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല. സ്തോത്രം. ദൈവം കൊടുത്ത കൃപാവരങ്ങൾ ദൈവനാമ മഹത്വത്തിനായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചിലർക്ക് അത് കണ്ടിട്ട്, സ്തോത്രം, ഇതൊക്കെ പൈസ ഉണ്ടാക്കാൻ നല്ല പരിപാടിയാണെന്ന് പറഞ്ഞുകൊണ്ട് അന്യാഗ്നി കത്തിക്കുന്ന പലരും ഇന്നും ആത്മീയ മണ്ഡലങ്ങളിലുണ്ട്. അവർക്കൊക്കെ നല്ല ചുട്ടയടി ദൈവം വെച്ചിട്ടുണ്ട്. ദൈവം
കൊടുക്കാത്തത് പറയുക, ദൈവം ഏൽപ്പിക്കാത്ത ചെയ്യുക. സ്തോത്രം. അടുത്തത് നോക്കിക്കേ, മുദ്ര ഇട്ടിരിക്കുന്ന കിണറ്, ഫൗണ്ടൻ സീൽഡ് എന്നാ ഇംഗ്ലീഷിലെ. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞപ്പോ ശ്രദ്ധിക്കണം, ദൈവസഭ ഒരു തോട്ടമാണ്, അതൊരു നീരുറവയാണ്, അതൊരു കിണറിന് തുല്യമാണ്. സ്തോത്രം. ദൈവം അത് കെട്ടി അടച്ചിട്ടുണ്ട്, അതിന് മുദ്രയിട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എന്ത് അർത്ഥം? അതിന്റെ അർത്ഥം എന്നാ? ഉടമസ്ഥാവകാശം ദൈവത്തിന് മാത്രമാണ്. ദൈവസഭയുടെ ഉടമസ്ഥാവകാശം ദൈവത്തിന് മാത്രമാണ്. എത്ര പേർക്ക് ഇന്ന് രാവിലെ പാടാൻ പറ്റും? യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. വൺസ് അഗൈൻ, യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. സ്തോത്രം. ആ കെട്ടി അടച്ച തോട്ടത്തിനകത്ത് ഒരംഗമായി തീരാൻ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ആ ദൈവം തരുന്ന ഉറവയിൽ നിന്ന് പാനം ചെയ്യാൻ എത്ര പേര് ഇന്ന് രാവിലെ ആഗ്രഹിക്കുന്നുണ്ട്? മുദ്ര ഉടമസ്ഥാവകാശത്തെ കാണിക്കുന്നതാണ്. നമ്മുടെ മേലൊരു മുദ്രയുണ്ട്. We are sealed by the power of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ദൈവം നമ്മെ മുദ്രയിട്ടിരിക്കുകയാണ്. സ്തോത്രം. നമ്മളൊരു പാട്ട് പാടുമല്ലോ, സമയമില്ലെങ്കിൽ 2 ലൈൻ ഞാൻ പാടട്ടെ. എന്നെയും എനിക്കുള്ള സകലത്തെയും യാഗമായി അർപ്പണം ചെയ്യുന്നു ഞാൻ. എന്നെയും എനിക്കുള്ള സകലത്തെയും യാഗമായി അർപ്പണം ചെയ്യുന്നു ഞാൻ. അതാണ് ഒരു ദൈവവനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ദൈവസഭയ്ക്ക് നിയമങ്ങളുണ്ട്. ചില ദുരുപദേഷ്ടക്കാന്മാർ പഠിപ്പിക്കുന്നത് ദൈവം സ്നേഹവാനാണ്, അതുകൊണ്ട് നമ്മളൊക്കെ എന്ത് കാണിച്ചാലും ദൈവം അങ്ങ് ക്ഷമിച്ചോളും, സ്നേഹിച്ചോളും. നമ്മുടെ കുഞ്ഞുങ്ങൾ കള്ളു കുടിച്ചാലും, നമ്മുടെ കുഞ്ഞുങ്ങൾ ദുർമാർഗ ജീവിതം നയിച്ചാലും നമ്മുടെ സ്വത്ത് മക്കൾക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ. അതുപോലെ ദൈവം നിശ്ചയമായിട്ടും നമുക്ക് സ്വർഗവും അനുഗ്രഹവും എല്ലാം തന്നെ മക്കൾക്ക് എങ്ങനെ നടന്നാലും അവർക്ക് കൊടുക്കത്തുള്ളൊരു തിയോളജി ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ലൗകിക പിതാവിനെ പോലല്ല നമ്മുടെ ദൈവം. അത് പഠിക്കണം. എന്റെ ദൈവം നീതിമാനാണ്. സ്തോത്രം. നീതിമാനായ പിതാവാണ്. വ്യവസ്ഥയിൽ നിൽക്കാത്ത, പ്രമാണമനുസരിക്കാത്ത ഒരുത്തനും തന്റെ അനുഗ്രഹങ്ങൾ ദൈവം കൊടുക്കുകയില്ല. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനും കത്തുന്ന തീപ്പൊയ്യിലേക്ക് വീഴുവാനിടയായിത്തീരും. സ്തോത്രം. ദൈവസഭയ്ക്ക് നിയമങ്ങളുണ്ട്, ചില വിലക്കുകളുണ്ട്. എന്നിരുന്നാലും ചില ലോക്കൽ സഭകളിൽ നമുക്ക് ഭിന്നതകൾ കാണാൻ കഴിയും, കലഹങ്ങൾ കാണാൻ കഴിയും. ഇതൊക്കെ ചില സഭകളിലൊക്കെ സാധാരണ കണ്ടുവരുന്ന കാര്യങ്ങളാണ്. സ്തോത്രം. നീ ഇന്നത്തെ സമൂഹത്തെ നോക്കിക്കേ, എന്ത് കലഹങ്ങളാ. കുടുംബങ്ങളെ നോക്ക്, സഹോദരങ്ങളെ നോക്ക്. ഇവരൊക്കെ ഐക്യതയോടെ ജീവിക്കേണ്ടവരാ. വിശ്വാസികളൊക്കെ തമ്മിൽ ഐക്യതയോടെ ജീവിക്കേണ്ടതാ. എന്നാൽ ഐക്യതയിൽ പോകുന്നതിനേക്കാൾ ഭിന്നതയിലാണ് പലരും കഴിയുന്നത്. രാജ്യം രാജ്യത്തോട് എതിർക്കുന്നു, ജാതി ജാതിയോട് എതിർക്കുന്നു.
മക്കൾ മാതാപിതാക്കളോട് എതിർക്കുന്നു, വിശ്വാസിയോടെ, വിശ്വാസികൾ പാസ്റ്ററോടെ. ഇങ്ങനെ ഭിന്നതകൾ വർദ്ധിച്ചു വരുന്ന ഒരു സൊസൈറ്റിയിലാണ് നാം ആയിരിക്കുന്നത്. സ്തോത്രം. ഐക്യത്തെക്കാൾ ഭിന്നതയ്ക്കാണ് മിക്കയിടത്തും സ്ഥാനം. എന്തിനേറെ പറയുന്നു, 1-ാം നൂറ്റാണ്ടിൽ കൊരിന്ത്യ സഭയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒന്ന് വായിക്കാമോ? 1 കൊരിന്ത്യർ 1:12. 1 കൊരിന്ത്യർ 1:12 വായിച്ചേ. നിങ്ങളിൽ ഓരോരുത്തൻ ഞാൻ പൗലോസിന്റെ ഞാൻ പക്ഷക്കാരൻ, പൗലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ ഞാൻ അപ്പൊല്ലോസിന്റെ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിന്റെ പക്ഷക്കാരൻ, ഞാൻ ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ എന്നിങ്ങനെ പറയുന്ന പോലും നോക്കണേ, ക്രിസ്തു വിഭാഗി അപ്പോസ്തലനായ പൗലോസ് സ്ഥാപിച്ച കൊരിന്ത്യ സഭ, അവിടെ ചുരുക്കം വർഷങ്ങൾ കൊണ്ട് 4 ഗ്രൂപ്പാണ് സഭയില്. കേഫാവ് എന്ന് പറഞ്ഞാൽ പത്രോസ്. ഒരു കൂട്ടർ പറഞ്ഞ് പത്രോസ് അല്ലേ 1-ാം നൂറ്റാണ്ടിൽ പ്രസംഗിച്ചപ്പോൾ 3000 പേര് രക്ഷിക്കപ്പെട്ടു, ദൈവസഭയുടെ പണിക്ക് ദൈവം ഉപയോഗിച്ച ആളാണ്. അങ്ങനൊക്കെ പറഞ്ഞ് കുറച്ചു പേരെന്ത് ചെയ്തു, പത്രോസിന്റെ കൂടെ അങ്ങ് കൂടുക. വേറൊരു കൂട്ടർ പറഞ്ഞത് പൗലോസ് അല്ലേ നമ്മുടെ സഭയൊക്കെ സ്ഥാപിച്ചത്, ഇവിടെ വന്ന് ഈ പാവപട്ടണത്തിൽ വന്ന് സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഒരു സഭയൊക്കെ തുടങ്ങിയല്ലേ, ഞങ്ങള് പൗലോസിന്റെ കൂടെ. വേറെ കൂട്ടി പറഞ്ഞു അപ്പൊല്ലോസ് ഭയങ്കര എന്നെ പോയിന്റ് വെച്ചുള്ള പ്രസംഗമാണ്, കേട്ടിരിക്കാൻ ഭയങ്കര രസമാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല വചനമൊക്കെ കേൾക്കണം, അന്നേരം അപ്പൊല്ലോസിന്റെ കൂടെ നില കാര്യം നടക്കത്തു. വേറെ ചിലർക്ക് കേഫാവും പൗലോസും അപ്പൊസ്തലോസും ഒന്നും വിഷയമല്ല, ക്രിസ്തു മാത്രം മതി. ഇവ മനസ്സിലായ? വേറെ ആരുമായിട്ട് ഒരു കമ്മിറ്റ്മെന്റും ഇല്ല. ചിലല്ലേ ഡയറക്റ്റ് ആയിട്ട് മാത്രം ദൈവമായിട്ടുള്ള ബന്ധം. അത് എത്ര തെറ്റാന്നറിയാം. കൂട്ടായ്മ ബന്ധം ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ദൈവമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് വചനം നമ്മളെ പഠിപ്പിക്കുന്നില്ല. ദൈവമായിട്ട് ബന്ധമുണ്ടോ, ദൈവമക്കളുമായിട്ട് കൂട്ടായ്മയുണ്ട്. സ്തോത്രം. അത് നമ്മൾ പ്രത്യേകം പഠിച്ചോണം. ഹല്ലേലൂയ. അന്നേരം അങ്ങനെ പല ഗ്രൂപ്പിന്റെ ഇടയ്ക്ക് പൗലോസിന്റെ ഒരു ആഗ്രഹം നിങ്ങൾ നോക്കണം. വാട്ട് വാസ് ഹിസ് അംബിഷൻ? അതിന്റെ 10-ാം വാക്യം ഒന്ന് വായിക്കാമോ? 10-ാം വാക്യം. സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭവിക്കാതെ ഏക മനസ്സിലും ഏകാഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണമെന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൊരിന്ത്യ സഭയിലെ വിഷയങ്ങൾ മനസ്സിലാക്കിയിട്ട് ആത്മഭാരമുള്ള ദൈവദാസന്റെ അവേദന നിങ്ങളൊന്ന് നോക്കിക്കേ. സഹോദരന്മാരെ, നിങ്ങൾ ഒന്ന് തന്നെ സംസാരിക്കണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇപ്പൊ ഒരു കാര്യം തന്നെ സംസാരിക്കാൻ പോകും. പൗലോസോട് ഉദ്ദേശിക്കുന്ന നിങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി നിലകൊള്ളണം. ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കണം. ആത്മീയ കാര്യങ്ങൾ വേണം നിങ്ങൾ സംസാരിക്കാൻ. മനസ്സിലായി? ആത്മീയം വിട്ടുള്ള സംസാരം പാടില്ല. അതാണ് പൗലോസ് മീൻ ചെയ്യുന്നത്. 2, നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭവിക്കരുത്. യേശുക്രിസ്തു കേഫാവിന് വേണ്ടിയോ അപ്പൊല്ലോസിന് വേണ്ടിയോ പൗലോസിന് വേണ്ടിയാണോ വിഭജിക്കപ്പെട്ടത്? എല്ലാവർക്കും വേണ്ടിയല്ലേ? ഒരാൾക്ക് വേണ്ടി മാത്രമല്ലല്ലോ കർത്താവ് ക്രൂശിൽ മരിച്ചത്. നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭവിക്കരുത്. അടുത്തത്, നിങ്ങൾക്ക് എല്ലാവർക്കും ഏക മനസ്സും ഏക അഭിപ്രായമുണ്ട്. അതിനകത്തൊരു യോജിച്ചിരിക്കണം, യൂണിറ്റി. മനസ്സിലായോ? ദൈവസഭയ്ക്കകത്ത് ക്രിസ്തു മഹിമപ്പെടണം. ദൈവസഭയ്ക്കകത്ത് ഗ്രൂപ്പിസമില്ല. സ്തോത്രം. 1 മൈൻഡ്. 1-ാം നൂറ്റാണ്ടിലെ അനുഭവം അതാണല്ലോ. പെന്തക്കോസ്തിനത്തിൽ അവരെല്ലാവരും ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൂടിയിരുന്നു, ഏക ഹൃദയമുള്ളവരായിരുന്നു, ഒരുമനപ്പെട്ടു. എത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്കാണത്. സ്തോത്രം. ആ നിലയിലായിരിക്കണം, ഭിന്നത വരരുത്. ഇനി ദൈവസഭയിൽ ഭിന്നത ഉണ്ടായാൽ, അതുള്ള പറഞ്ഞ് ഞാൻ നിർത്തും. ദൈവസഭയിൽ ഭിന്നത ഉണ്ടായാൽ 4 നിലകളിൽ അതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. എല്ലാവരും ശ്രദ്ധിച്ചോണേ. ദൈവസഭയിൽ ഭിന്നത വന്നാൽ അതിന് 4 നിലയിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. 1,
വിശ്വാസികൾ പരസ്പരം മനസ്സ് വെച്ച് അതിന് പരിഹാരം ഉണ്ടാക്കണം. ഏറ്റവും താഴെത്തട്ടില്ല. ഇപ്പൊ രണ്ട് സഹോദരന്മാർ തമ്മിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിനകത്ത് ആദ്യം അവർ മനസ്സിലാക്കണം, ഇത് നമ്മുടെ സഭയാണ്, നാം ഒന്നാണ്, നമ്മുടെ പാസ്റ്ററാണ്, നമ്മുടെ ദേശത്ത് നമ്മൾ മാതൃകയായിരിക്കണം. അതുകൊണ്ട് നാം ആദ്യം എന്ത് ചെയ്യണം? ഒരു ചെവി അറിയാതെ വിശ്വാസികൾ പരസ്പരം മനസ്സ് വെച്ച് പരിഹാരം ഉണ്ടാക്കണം. ഞാൻ ഇന്നെന്നാണ് ഓർക്കുന്നുണ്ട്, ഞാൻ ഇന്ന് പല സഭകളിലും ചില വിഷയങ്ങളൊക്കെ വരുമ്പോൾ ആത്മീയരായ സഹോദരന്മാര് അവരെ പോയി കണ്ട് ആ വിഷയം അവിടെ അവസാനിപ്പിക്കുന്ന കാലം ഉണ്ടായിരുന്നു. ഈ ഫുജല പട്ടണത്തിലും ഞാനിവിടെ വന്ന കാലങ്ങളൊക്കെ ഒരുപാട് പ്രയാസങ്ങളൊക്കെ വന്ന സമയത്ത് ഒന്ന് രണ്ട് നല്ല സഹോദരന്മാര് ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. ഒരിടത്തൊരു വിഷയം വരുമ്പോഴേ അവർ വീട്ടിൽ ചെല്ലും. സ്തോത്രം. സഹോദരൻ, നിങ്ങൾക്ക് എന്നാ വേണ്ടുന്നത്, എന്താണ് പറഞ്ഞ വിഷയം പരിഹരിച്ച് ആത്മീയ ബന്ധം പുതുക്കും. സ്തോത്രം. അന്ന് അവർ ഏറ്റെടുക്കുമായിരുന്നു. ഇന്ന് പറഞ്ഞാൽ ഏറ്റെടുക്കുന്നവർ കുറവ്, അതിന് ശ്രമിക്കുന്നവരും കുറവാണ്. എന്നാൽ ഇല്ലെന്ന് പറയാൻ പറ്റിയല്ല. സ്തോത്രം. ഞാൻ പറയുന്നത് മനസ്സിലാക്കണം. ആദ്യം ദൈവമക്കളുടെ ഇടയിലെ പ്രശ്നം അവരവർ തന്നെ പരിഹരിപ്പാൻ മുൻകൈ എടുക്കണം. രണ്ടാമത്, ദൈവദാസന്മാർ മുൻകൈ എടുത്ത് പരിഹാരം ഉണ്ടാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ന്യായം ഞാൻ പറയാം. രണ്ട് സഹോദരന്മാർ തമ്മിൽ പ്രശ്നങ്ങളാണ്. പാസ്റ്റർ മുൻകൈ എടുത്ത് വിഷയം പരിഹരിക്കാൻ ചെല്ലുമ്പോൾ പാസ്റ്റർമാരെ സംബന്ധിച്ചിടത്തോളം നിഷ്പക്ഷമായി മാത്രമേ, ന്യായമായതും നീതിയായതും മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അന്നേരം ആരുടെ ഭാഗത്ത് നിൽക്കും? തെറ്റ് ചെയ്തവനോട്, സഹോദര നീ ചെയ്ത തെറ്റാണ്, നീ അത് വിട്ടുകളഞ്ഞ സഹോദരനോട് നിരപ്പ് പ്രാപിക്കണമെന്ന് പറഞ്ഞാൽ അന്ന് മുതൽ പാസ്റ്റർ അദ്ദേഹത്തിന്റെ കണ്ണിലെ കരടാണ്. അതുകൊണ്ട് 2 കൊല്ലത്തേക്കും 3 കൊല്ലത്തേക്കും ഒക്കെ സഭാ ശുശ്രൂഷന്മാർ വരുന്നവര്, നമുക്കിനി 2 കൊല്ലമേ ഉള്ളല്ലോ, അല്ലെ 1 കൊല്ലമേ ഉള്ളല്ലോ, നമ്മളിതിനെ ഇടപെടുന്നത് എന്ന് പറഞ്ഞ് അതിനകത്തങ്ങ് ഒഴിഞ്ഞിരിക്കും. പക്ഷെ മനസ്സിലാക്കണം, തെറ്റിനെ തെറ്റായി കണ്ട് അത് വിട്ടുകളഞ്ഞ് പരിഹരിച്ച് യഥാസ്ഥാനപ്പെടാൻ മനസ്സുള്ളവരാണ് ദൈവസഭയിലെ മക്കൾ എന്നുള്ള കാര്യം മറക്കരുത്. ദൈവം സ്തോത്രം. അന്നേരം കുറ്റം പറച്ചിലല്ല വേണ്ടുന്നത്, തെറ്റിനെ കുറിച്ചുള്ള ബോധമുണ്ടായിട്ട് സഭാ ശുശ്രൂഷൻ പറയുന്നത് അംഗീകരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ വിഷയം. ആദ്യം വിശ്വാസികൾ തമ്മിൽ ആ പ്രശ്നം തീർക്കണം. 2, അവിടെ പരിഹരിക്കപ്പെടുന്നെങ്കിൽ ദൈവദാസൻ മുൻകൈ എടുത്ത് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. സ്തോത്രം. ദൈവദാസന് കീഴ്പ്പെടണം. ഇനി 3, അവിടെ ഒന്നും പരിഹാരം വരുന്നില്ലെങ്കിൽ ദൈവസഭ ഒന്നിച്ചു കൂടി നിന്ന് തീരുമാനമെടുക്കാം. ദൈവസഭ ഒന്നിച്ചു നിൽക്കണം. അങ്ങനെ ഒന്നിച്ചു നിൽക്കുമ്പോൾ പ്രശ്നക്കാരൻ തന്നെ ചിലപ്പോൾ പുറത്താക്കേണ്ടതായിട്ട് വരും. ദൈവസഭയിൽ നിന്ന് പലരെയും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പുറത്താക്കിയതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. സ്തോത്രം. ആ പരിശുദ്ധാത്മാവ് ദൈവസഭയെ ഭരിക്കുമ്പോൾ പാപബോധം ഉണ്ടാകുകയും തെറ്റിനെ ഒരിക്കലും ദൈവമക്കൾ ന്യായീകരിക്കുകയില്ല. ദൈവസഭ ഒരുമിച്ച് നിൽക്കും. ദൈവത്തിന് സ്തോത്രം. 1, വിശ്വാസികൾ പരസ്പരം പ്രശ്നം പരിഹരിക്കണം. 2, ദൈവദാസൻ മുൻകൈ എടുത്ത് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കണം. 3, ദൈവസഭ ഒരുമിച്ച് കൂടി എന്ത് ചെയ്യണം? വിഷയം പരിഹരിക്കണം. ഇനി ഇതൊന്നും നടന്നില്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റിൽ ചെയ്യാൻ കഴിയും, ആരാലും പരിഹരിക്കപ്പെടാൻ കഴിയാത്ത വിഷയങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറയാമോ? എന്ത് ചെയ്യും? പറ. ആരാലും പരിഹരിക്കപ്പെടാൻ കഴിയാത്ത വിഷയം എന്ത് ചെയ്യും?
പ്രാർത്ഥിക്കണം. അതെ, സ്തോത്രം. അത് ദൈവം നേരിട്ട് പരിഹരിക്കാൻ ദൈവകരങ്ങളെ ഏൽപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? പക്ഷേ ഒരു സംശയം, സഭയിൽ ഭിന്നത ഉണ്ടാക്കുന്നവരെ തീത്തോസിന്റെ ലേഖനത്തിൽ 1-2 പ്രാവശ്യം പറഞ്ഞിട്ട് അവരെ പുറത്താക്കണമെന്നൊരു വാക്യമില്ല. അതാ ഞാൻ പറയാം, സഭ ഒന്നിച്ചൊരു തീരുമാനം എടുക്കുന്ന കാര്യം പറഞ്ഞത് വൈദ്യഭാഷ മറക്കല്ലേ. സഭ ഒരുമിച്ച് നിൽക്കണം. അവസാനം നമ്മള് തീരുമാനം എടുത്ത് പാസ്റ്റർ പുറത്തു പോകല്ലേ. മനസ്സിലായോ? സഭ ഒരുമിച്ച് നിന്ന് എടുക്കാൻ പറ്റുവാണെങ്കിൽ, അതല്ലേ പറഞ്ഞ്, സഭയിൽ നിന്ന് എക്സ്കമ്മ്യൂണിക്കേറ്റ് വരെ ചെയ്യാൻ പറ്റും, പുറത്താക്കാൻ പറ്റും. അങ്ങനെ പുറത്താക്കിയ ചരിത്രമുണ്ട്, ഇഷ്ടംപോലുണ്ട്. ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത വിഷയങ്ങളാണ് മുമ്പിൽ വരുന്നെങ്കിൽ ആർക്കും വിധേയപ്പെടുന്നില്ല, വിശ്വാസിക്ക് കീഴ്പ്പെടുന്നില്ല, പാസ്റ്റർ പറയുന്നത് കേൾക്കുന്നില്ല, സഭയെ കൂട്ടാക്കുന്നില്ലെങ്കിൽ, സ്തോത്രം, അത് ദൈവകരങ്ങളിൽ കൊടുക്കുക എന്ന് മാത്രം. ദൈവം അത് ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്യും. സ്തോത്രം. നമ്മൾ പറയത്തില്ല, ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ, അതുപോലെ തന്നെ ദൈവം അത് ഹാൻഡിൽ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. സ്തോത്രം. ഈ സഭയിലെ വിഷയം മാത്രമല്ല, വിശ്വാസ ഭവനങ്ങളിലെ പ്രശ്നങ്ങളും ഇങ്ങനെ തന്നെ നമ്മൾ പരിഹരിക്കണം. സ്തോത്രം. ഇനി ഏതെല്ലാം വിഷയങ്ങളാണ് അച്ചടക്ക നടപടിക്ക് വിധേയമാകുന്നത്, അത് നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് പഠിക്കുന്നത് കേട്ടോ. സ്തോത്രം. ഏതെല്ലാം വിഷയങ്ങളാണ് അച്ചടക്ക നടപടിക്ക് വിധേയമാകുന്നത്. സ്തോത്രം. എല്ലാത്തിനും നമുക്ക് ശിക്ഷ വിധിക്കാൻ പറ്റിയല്ല, എല്ലാ കാര്യങ്ങൾക്കും ബുദ്ധി ഉപദേശിക്കാൻ പറ്റത്തില്ല. ഞാൻ പണ്ടൊരു ചർച്ചിൽ ഇരുന്നപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ മണലിത്തറയ്ക്ക് അടുത്ത് വാഴാനി, സോറി, അതെ, മണലിത്തറ വാഴാനി ഡാമിനടുത്തുള്ള ഒരു സഭയിൽ ഇരുന്നപ്പോൾ അവിടുത്തെ ഒരു അച്ഛന് എന്നോട് പറഞ്ഞു, അയ്യോ, പാസ്റ്റർ പാൻറ് ഇടുന്ന പാസ്റ്ററായില്ലേ. പുള്ളി മുണ്ടുടുക്കുന്ന, നമ്മുടെ നാട്ടിലെ മുണ്ടില്ലേ, മുണ്ടുടുക്കുന്ന പാസ്റ്ററിനെ മാത്രമേ അദ്ദേഹം അംഗീകരിക്കൂ. അതായത് നമുക്ക് പബ്ലിക്കിൽ അങ്ങനെ മുണ്ടുടുക്കാതെ നമ്മൾ പാൻറ് മാത്രം എടുത്തു. പിന്നെ അദ്ദേഹം എന്നോട് ചോദിച്ചു, കാപ്പി ചായ ഒക്കെ കുടിക്കൂ? ഞാൻ പറഞ്ഞു, ഞാൻ കുടിക്കും. ഓ, അത് പറ്റിയില്ല. ഇങ്ങനെ കുറെ കാര്യങ്ങൾ, മനസ്സിലായോ? അന്നേരം ഒരു മനുഷ്യന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ അദ്ദേഹം പറയുന്ന പോലെ പോകണം. അതൊന്നും ദൈവികമല്ല. മനസ്സിലായോ? സ്തോത്രം. അദ്ദേഹത്തിന് രാവിലെ കട്ടൻ കാപ്പി ഇഷ്ടമല്ല, അല്ലെങ്കിൽ ചായ ഇഷ്ടമല്ല, എല്ലാവർക്കും അങ്ങനെ പറ്റുമോ? ഒരാൾക്ക് ഗോതമ്പ് മാത്രം മതി, വേറെ ആൾക്ക് ചോറ് വേണം. അന്നേരം ചോറ് കഴിക്കുന്ന സ്വർഗത്തിൽ പോവുകയില്ല, ഗോതമ്പ് വടക്കേന്ത്യക്കാർ മാത്രമേ സ്വർഗത്തിൽ പോകുന്ന പറയാൻ പറ്റൂ? ഇതൊന്നും പറയാൻ പറ്റുന്ന കാര്യമില്ല. അന്നേരം ഏതെല്ലാം വിഷയങ്ങളാണ് അച്ചടക്ക നടപടിക്ക് വിധേയമാകുന്നതിനെ കുറിച്ച് നമ്മൾ വളരെ വിശദമായിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കും. നിങ്ങൾ അടുത്ത വളരെ പ്രാർത്ഥനയോടെ അത് ജോയിൻ ചെയ്യണം, മറ്റുള്ളവരെ കൂടെ ഉത്സാഹിപ്പിച്ച് വരണം. നിങ്ങളുടെ ജീവിതത്തിൽ അത് ബ്ലെസ്സിങ് ആയി തീരട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കുക. എല്ലാവരും ഒന്ന് സമർപ്പിച്ചാട്ട്. ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി.